ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യക്കകത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒപ്പം ചില വൈദേശിക ശക്തികളും ഒന്നിച്ച് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. ബംഗ്ലാദേശിൽ നടന്നത് നാളെ ഇന്ത്യയിൽ ആവർത്തിക്കുവാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടക്കും. ഒരു ലീഡറാകാനുള്ള, ഇന്ത്യയെ ഭരിക്കാനുള്ള, ഇവൻ പ്രതിപക്ഷ നേതാവെങ്കിലും ആകാനുള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു നേതാവായിട്ടേ ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല. എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളെ അവർ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കും. സംഘർഷ നിർഭരമായ പല സന്ദർഭങ്ങളിലും രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയിൽ പോയി അവരുടെ ആതിഥേയം സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 62 മുതൽ ഇന്ത്യയുടെ ശത്രു രാജ്യമായ ചൈനയുടെ ഭരണാധികാരിയിൽ നിന്നും 2 കൈ നീട്ടി സംഭാവന വാങ്ങിച്ച ഇന്ത്യയിലെ അപൂർവം എനിക്കറിയാവുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. അത്തരത്തിലൊരു ഭരണാധികാരിയെ അവരോധിക്കാനുള്ള ശ്രമമാണ് ജോർജ് സോറസും അമർത്യ സെന്നും രഘുറാം രാജനും സാം പിട്രോഡെ പോലുള്ള സ്വാർത്ഥ ലക്ഷ്യങ്ങളുള്ള ചില വൈദേശിക ശക്തികളുടെ പിടിയാളുകളായി മാറിയിരിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. 2 ശക്തികളാണ് ഇന്ത്യയെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇവാഞ്ചലിസ്റ്റുകളാണ്, അവരും ചില വിദേശ ശക്തികൾ. ആ വിദേശ ശക്തികളെ തഷ്കർ എ തൊയ്ബ ആകാം, ഹമാസ് ആകാം, അങ്ങനെ പല ശക്തികൾക്കും ഇവിടെ താല്പര്യമുണ്ട്. നമസ്കാരം. ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. നമസ്കാരം സർ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നത്. സർ ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്, അധ്യാപകനാണ്. ഇക്കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഒരു അന്താരാഷ്ട്ര പൊളിറ്റിക്സൊക്കെ വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ സാറിൻ്റെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ശരിക്കും ആദ്യം അതിൽ തന്നെ തുടങ്ങാം നമുക്ക്. താങ്കളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്? ബംഗ്ലാദേശിലെ ഈ രാഷ്ട്രീയ മാറ്റത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഞാൻ 30 വർഷം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ച ആളാണ്. ഇൻ്റർനാഷണൽ റിലേഷൻസ് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ആളാണ്. ബംഗ്ലാദേശിലെ സംഭവവികാസങ്ങൾ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ വലിയൊരു മുന്നറിയിപ്പാണ് നമ്മുടെ രാജ്യത്തിന് നൽകുന്നത്. നമ്മുടെ രാജ്യത്തിനെ അസ്ഥിരപ്പെടുത്തുന്ന ശക്തികൾ ഏതാണ്ട് ഒന്നിച്ചു കൂടി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ത്യക്കകത്തെ ചില രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും ഒപ്പം ചില വൈദേശിക ശക്തികളും ഒന്നിച്ച് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അണിയറയിൽ. എപ്പോൾ വേണമെങ്കിലും ഇന്ത്യയിൽ ഒരു കലാപം സൃഷ്ടിക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ന് ബംഗ്ലാദേശിൽ നടന്നത് നാളെ ഇന്ത്യയിൽ നടക്കും എന്നാണ് താങ്കൾ പറയുന്നത്? ഇന്ന് ബംഗ്ലാദേശിൽ നടന്നത് നാളെ ഇന്ത്യയിൽ ആവർത്തിക്കുവാനുള്ള ശ്രമം തീർച്ചയായിട്ടും നടക്കും. വിജയിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ നീക്കത്തിന് പിന്നിൽ ആരൊക്കെയായിരിക്കും താങ്കളുടെ ഒരു വിലയിരുത്തൽ? ആ നീക്കത്തിൻ്റെ പിന്നിൽ ജോർജ് സോറസ് ഉണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് താമസിക്കുന്ന വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള, സ്വാർത്ഥ താല്പര്യങ്ങളുള്ള ചില ഇന്ത്യക്കാരുണ്ട്. അവരിലൊരാൾ അമർത്യ സെന്നാണ്. 2014 മോദി ഗവൺമെൻറ് വന്ന ഘട്ടം മുതൽ അമർത്യ സെൻ ആ ഗവൺമെൻറ്റിനെതിരായിരുന്നു. അടുത്ത സമയത്ത് അമർത്യ സെന്നും മുഹമ്മദ് യൂനുസും ജോർജ് സോറസും കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ഒരു പത്രപ്രവർത്തകൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഞാനത് അനീഷിന് അയച്ചു തരാം. അപ്പോൾ വളരെ കൃത്യമാണ്, അമർത്യ സെന്നിനെ മുന്നേ നിർത്തി ഇന്ത്യയെ സാമ്പത്തികമായി അസ്ഥിരപ്പെടുത്താൻ കഴിയുമോ എന്ന് ശ്രമിക്കുകയാണ്. അമർത്യ സെൻ രാജ്യസ്നേഹിയായിരുന്നെങ്കിൽ ഇന്ത്യയെ താമസിക്കേണ്ട ആളാണ്. അദ്ദേഹം തന്നെ അവിടെ പോയി താമസിക്കുന്നത്. അപ്പം അമർത്യ സെൻ്റെ ഭാര്യ പിന്നെ ഇന്ത്യക്കാരിയല്ല, വിദേശിയാണ്. അമർത്യ സെന്നിന് തന്നെ കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെ ശാന്തിനികേതനത്തിനുണ്ട്. അത് ഏറ്റെടുക്കാൻ സെൻട്രൽ ഗവൺമെൻറ് നടത്തിയ ചില ശ്രമങ്ങൾ വ്യക്തിപരമായി അദ്ദേഹത്തെ അലോസരപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതാണ് ഈ അമർത്യ സെന്നിൻ്റെ കാര്യം. അദ്ദേഹത്തിൻ്റെ താല്പര്യം വ്യക്തിപരമാണോ, മതപരമാണോ, രാഷ്ട്രീയമാണോ? അദ്ദേഹത്തിൻ്റെ താല്പര്യം സാമ്പത്തികമാണ്. കാരണം സാമ്പത്തികമായി ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ അവരുടെ കയ്യിൽ ആയുധമായി അമർത്യ സെൻ മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം ഇപ്പോൾ അനീഷ് അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സ്വന്തം ജന്മനാട് വിട്ട് മറ്റൊരു രാജ്യത്ത് പോയി കുറച്ചു കാലം താമസിച്ച് കഴിയുമ്പോൾ ആ രാജ്യം നമ്മുടെ രാജ്യമായിട്ട് മാറും. ആ രാജ്യത്തിൻ്റെ താല്പര്യം നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യമായിട്ട് മാറും. അമർത്യ സെൻ കുറേ കാലമായിട്ട് അമേരിക്കയിലില്ലേ, അദ്ദേഹത്തിൻ്റെ താല്പര്യം അമേരിക്കയുടെ താല്പര്യമാണ്. അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇന്ത്യയുടെ താല്പര്യമായിരുന്നു, ഇന്ത്യയുടെ പിന്നെ ഐശ്വര്യമാണ്, വളർച്ചയാണ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ എന്തിനാണ് അവിടെ പോയി താമസിക്കുന്നത്? ഇന്ത്യയിൽ താമസിക്കുമായിരുന്നല്ലോ. മറ്റൊരാൾ രഘുറാം രാജനാണ്. അദ്ദേഹം നമ്മുടെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. റിസർവ് ബാങ്ക് ഗവർണറായിട്ടിരുന്ന് ആ ഘട്ടത്തിൽ ഇലക്ഷൻ വരുന്നു, മോദി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നു.
അന്ന് മുതൽ അദ്ദേഹം മോദി ഗവൺമെൻറ് വിമർശകനായിട്ട് മാറി. അവസാനം അദ്ദേഹത്തിൻ്റെ കാലാവധി പൂർത്തിയാക്കാറായപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിവിടെ തുടരാൻ താല്പര്യമില്ല, പക്ഷേ നിങ്ങളെല്ലാം കൂടെ എന്നെ വല്ലാതെ നിർബന്ധിച്ചാൽ ഞാൻ തുടർന്നുകളെ, നിർബന്ധിക്കണമെങ്കിൽ ഞാൻ നിൽക്കത്തുള്ളൂ. ഇവിടെ ആരും നിർബന്ധിക്കാൻ പോയില്ല. രഘുറാം രാജൻ പോയാൽ ഇന്ത്യൻ റിസർവ് ബാങ്ക് അറബിക്കടലിൽ പോവില്ല എന്ന ആത്മവിശ്വാസമുള്ളവരാ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് സംഭവിച്ചത്. രഘുറാം രാജൻ ഇന്ത്യ വിട്ടു പോയതിന് ശേഷം നിശിതമായി ഇന്ത്യ വിമർശിക്കാൻ, ഇന്ത്യ സാമ്പത്തികമായിട്ട് തകരാൻ പോകുകയാണ്. പുറത്താണ്. രഘുറാം രാജൻ ഇവിടെ ഇല്ല. മൂന്നാമതൊരാൾ സാം പിട്രോഡയാണ്. അദ്ദേഹം നേരത്തെ തന്നെ പുറത്താണ്. ഈ സാം പിട്രോഡാണ് ഇന്ത്യ 4ആയിട്ട് വിഭജിക്കുമെന്ന് പറഞ്ഞു. സാം പിട്രോഡ അയക്കും സാമ്പത്തിക താല്പര്യം കാണുള്ളൂ. ഇവർക്കൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് ജീവിക്കാനുള്ള പണവും സൗകര്യവും വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക നൽകുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇന്ത്യക്കെതിരായി ഉപയോഗിക്കാൻ പറ്റുന്ന ആളുകളെ അവർ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കും. ഞാൻ ഈ 3 പേരുടെ കാര്യം പറഞ്ഞത്, ഇവരെല്ലാവരും പരസ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്. നരേന്ദ്രമോദി പിന്നെ ഓട് പൊളിച്ച് പാർലമെൻറ്റിലോട്ട് ഇറങ്ങിയൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ മെജോറിറ്റിയിൽ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ വഷളാക്കാൻ, അല്ല അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിൽ 3 പ്രമുഖരുടെ കാര്യമാണ്. ഈ 3 പ്രമുഖർക്കും ഏറ്റവും ഇഷ്ടമുള്ള ആൾ രാഹുൽ ഗാന്ധിയാണ്. എന്താണ് രാഹുൽ ഗാന്ധി ഇഷ്ടപ്പെടാൻ കാരണം? രാഹുൽ ഗാന്ധി തങ്ങളുടെ കയ്യിലൊരു ടൂളായിട്ട് മാറും. രാഹുൽ ഗാന്ധിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഒരു ലീഡറാകാനുള്ള, ഇന്ത്യയെ ഭരിക്കാനുള്ള, ഇവൻ പ്രതിപക്ഷ നേതാവെങ്കിലും ആകാനുള്ള ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഒരു നേതാവായിട്ടേ ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നില്ല. എൻ്റെ വ്യക്തിപരമായ നിരീക്ഷണമാണ് ഞാൻ പറയുന്നത്. മനസ്സിലായി. 2, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നാൽ, എൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി വന്നാൽ അതൊരു സെക്യൂരിറ്റി റിസ്ക് ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നതിന് അതിൻ്റേതായ കാരണമുണ്ട്. താങ്കൾ ഭയക്കുന്നു? ഞാൻ ഭയക്കുന്നു. കാരണം ഞാൻ പറയാം. 2009 ഒളിമ്പിക്സിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും എല്ലാം കൂടെ ചൈനയിൽ പോയി. ഷീ ജിൻപിങ് മൻമോഹൻ സിംഗിനെ അടക്കം മാറ്റി നിർത്തിക്കൊണ്ട് സോണിയയും രാഹുലിനെയും വിളിച്ച് വലിയൊരു തുക രാജീവ് ഗാന്ധി ഫൗണ്ടേഷനിലേക്ക് സംഭാവന ചെയ്യുകയാണ്. അതായത് ഇന്ത്യയുടെ 62 മുതൽ ഇന്ത്യയുടെ ശത്രു രാജ്യമായ ചൈനയുടെ ഭരണാധികാരിയിൽ നിന്നും 2 കൈ നീട്ടി സംഭാവന വാങ്ങിച്ച ഇന്ത്യയിലെ അപൂർവം എനിക്കറിയാവുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. മറ്റൊന്ന്, പിന്നെ ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് സംഭാവന ചെയ്ത വേറൊരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സക്കീർ നായിക് എന്നാണ്. ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച അവസാനം ഇന്ത്യയിൽ നിന്ന് പിടിച്ച് പുറത്ത് കളഞ്ഞവനാണ് സക്കീർ നായിക്. ഈ സക്കീർ നായിക്കും സംഭാവന ചെയ്തിട്ടുണ്ട് രാജീവ് ഗാന്ധി. എന്തിനാണ് ഈ സംഭാവന? ഈ സംഭാവന അവർ പിന്നെ ഭരിക്കാൻ സാധ്യതയുള്ള ഒരു കുടുംബത്തിലെ അംഗത്തിനെ വിലയ്ക്ക് വാങ്ങിക്കാൻ ഏറ്റവും നല്ല അവസരം അതില്ലേ. ഫൗണ്ടേഷൻ്റെ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കാശ് കൊടുക്കുന്നു. അതെ, അത് ടെക്നിക്കലി. അതെ. പക്ഷേ ഉള്ളിലെ ഉദ്ദേശം രാഷ്ട്രീയ താല്പര്യങ്ങളാണ്. അല്ലെങ്കിൽ എന്തിന് പിന്നെ ഈ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഇന്ത്യയിൽ നന്നായിട്ട് പ്രവർത്തിക്കണമെന്നും ഇന്ത്യയിലെ പാവപ്പെട്ടവരെ സഹായിക്കണമെന്നും ഷീ ജിൻപിങ്ങിന് വല്ല നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. സക്കീർ നായിക്കിന് നിർബന്ധമുണ്ടോ? അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ഞാൻ പറഞ്ഞു വന്നത്, ഇതിലെല്ലാം ഉപരിയായിട്ട് സംഘർഷ നിർഭരമായ പല സന്ദർഭങ്ങളിലും രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയിൽ പോയി അവരുടെ ആതിഥേയം സ്വീകരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് വ്യക്തമാക്കാമോ? രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ സംഘർഷം നിലനിന്നിരുന്ന 1-2 സന്ദർഭങ്ങളിൽ അദ്ദേഹം ചൈനീസ് എംബസി വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അമേരിക്കയിൽ പോയപ്പോൾ അദ്ദേഹം ജോർജ് സോറസിനെ കണ്ടിരുന്നു എന്നാണ് നമ്മൾ കേട്ട ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജോർജ് സോറസ് അദ്ദേഹത്തിൻ്റെ അമ്മ വഴി, സോണിയാഗാന്ധി വഴി, ജോർജ് സോറസിൻ്റെ ബന്ധുവാണ് സോണിയാഗാന്ധി. അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ബൊഫോഴ്സ് ഇടപാട് നമ്മൾ മറന്നിട്ടില്ല. ബൊഫോഴ്സ് ഇടപാടിൽ അന്ന് വലിയ വിവാദമുണ്ടായതാണ് രാജീവ് ഗാന്ധിക്കെതിരായിട്ട്. അതിൽ കൈക്കൂലി വാങ്ങിച്ചതാരാണ്? ഇടനിലക്കാരനാണ്. രാഹുൽ ഗാന്ധിയുടെ കട്രോച്ചി അമ്മാവനാണ് കാശ് വാങ്ങിച്ചത്. ഞാൻ ചോദിച്ചിരിക്കുന്നത്, ഇത്ര അപകടകാരിയായ ഒരു നേതാവ്, അദ്ദേഹം ആരുമായിക്കോട്ടെ, അദ്ദേഹം ഇന്ത്യ ഭരിക്കുന്നത് ഒരു സെക്യൂരിറ്റി റിസ്ക്കായി കാണുന്ന സാമാന്യ വിദ്യാഭ്യാസമുള്ള ഒരു പൗരനാണ്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. ഇപ്പം നമ്മളിത് സംസാരിക്കാനുള്ള കാരണം, ഇന്ന് ബംഗ്ലാദേശിൽ നടന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നാളെ ഇന്ത്യയിൽ നടക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള താങ്കളുടെ വ്യക്തിപരമായ നിരീക്ഷണമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യം ശരിക്കും ബംഗ്ലാദേശിൽ എന്താണ് സംഭവിച്ചത്, അതേക്കുറിച്ചൊന്ന് താങ്കൾ പറയാമോ? ബംഗ്ലാദേശിലെ 15 വർഷമായിട്ട് ഷെയ്ഖ് ഹസീനയാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. ഷെയ്ഖ് ഹസീനയ്ക്ക് വളരെ കംഫർട്ടബിൾ മെജോറിറ്റി അവിടെ ഉണ്ടായിരുന്നു. ഒരു സുപ്രഭാതത്തിലാണ് അവിടെ കലാപം ഉണ്ടാകുന്നത്. 5-ാം തീയതി രാജ്യം വിട്ടു പോകേണ്ടി വന്നു ഷെയ്ഖ് ഹസീനയ്ക്ക്. അപ്പം അവിടെ എന്താണ് സംഭവം?
ഒരു സംവരണത്തിൻ്റെ പേരിലാണ് ഈ കലാപം തുടങ്ങുന്നത്. ദാരിദ്ര്യത്തിൻ്റെ പേരിലല്ല, രോഗത്തിൻ്റെ പേരിലല്ല, അഴിമതിയുടെ പേരിലുമല്ല, സംവരണത്തിൻ്റെ പേരിലാണ് തുടങ്ങുന്നത്. എന്താണ് സംവരണം? അവിടുത്തെ 1971 ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ തലമുറയ്ക്ക് 30% പിന്നെ റിസർവേഷൻ അവിടുത്തെ ഗവൺമെൻറ് സർവീസിലുണ്ടായിരുന്നു. ആ കേസ് നടന്നു. സുപ്രീം കോടതി ഈ കലാപം ഒഴിവാക്കാനായിട്ട് ഇത് 5% ആയിട്ട് കുറച്ചു. അപ്പോൾ സംവരണത്തിൻ്റെ താല്പര്യമാണെങ്കിൽ അവിടെ നിൽക്കണ്ടേ? നിന്നില്ല. വീണ്ടും കലാപം തുടങ്ങുന്നു. മാത്രമല്ല സർക്കാർ വീണ്ടും അപ്പീൽ പോയിരിക്കുകയാണ്. അപ്പോൾ കലാപം തുടങ്ങുന്നത് മാത്രമല്ല, കലാപകാരികൾ ഫോക്കസ് ചെയ്ത് ഒന്ന് സലീം ഖാൻ ഒരു പ്രശസ്തനായ സിനിമാ നിർമ്മാതാവാണ്. എന്തിനാണ് സലീം ഖാനെ ഫോക്കസ് ചെയ്താൽ മുജിബുർ റഹ്മാനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി, ഒരു സിനിമ നിർമ്മിച്ചതാണ് സലീം ഖാൻ. അതിനാണ് സലീം ഖാനെ കൊന്നത്. അതുപോലെ തന്നെ ഇവരെ ആക്രമിച്ച് തീ വെച്ചൊരു വീടുണ്ട്. ബംഗ്ലാദേശിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനാണ് രാഹുൽ ആനന്ദ്. രാഹുൽ ആനന്ദിൻ്റെ വീട്ടിൽ ചെന്നെന്ന് മാത്രമല്ല, ഇദ്ദേഹം ഡിസൈൻ ചെയ്ത 3000 സംഗീത ഉപകരണങ്ങൾ തീ വെച്ച് നശിപ്പിച്ചു. ഈ രാഹുൽ ആനന്ദിൻ്റെ വീട് 1923 പിന്നെ മാക്രോൺ സന്ദർശിച്ചാണ്. ഇമാനുവൽ മാക്രോൺ ഫ്രഞ്ച് പ്രസിഡന്റ് സന്ദർശിച്ച വീടാണ്. 150 വർഷം പഴക്കമുള്ള വീടാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, നരേന്ദ്രമോദിയോടെ വിരോധമുണ്ടെങ്കിൽ യേശുദാസിൻ്റെ വീട് ആക്രമിക്കൂ? എന്താ കാര്യം എന്താണ്? യേശുദാസിൻ്റെ വീട് ആക്രമിക്കുമെങ്കിൽ സംഗീതത്തെയും കലയെയും വെറുക്കുന്നവനായിരിക്കണം. അപ്പോൾ അതിനകത്ത് വളരെ വ്യക്തമാണ്, അക്രമകാരികൾക്ക് ജനാധിപത്യമല്ല, അവർക്ക് മതപരമായ താല്പര്യമാണ് ഉണ്ടായിരുന്നുള്ള കാര്യം വളരെ ക്ലിയർ അല്ലേ? മനസ്സിലായി, പോയിന്റ് ക്ലിയറാണ്. പക്ഷേ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അതായത് അവിടെ സംഭവിച്ചത് ഇവിടെയും സംഭവിക്കാം. അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് മതപരമായ താല്പര്യങ്ങളുടെ പേരിൽ അദ്ദേഹത്തോട് വിയോജിക്കുന്നവരായിരിക്കും. ശരിയാണോ? തീർച്ചയായിട്ടും. അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് ഞാൻ ഈ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ന്യായമായി സംശയിക്കുന്നത്, അദ്ദേഹത്തിനോടുള്ള വിയോജിപ്പ് പ്രതിപക്ഷത്ത് മാത്രമല്ല, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരിലും വിയോജിപ്പുണ്ട്. അതിൻ്റെ കാരണം, കോടീശ്വരനായ ജോർജ് സോറസ് സംഘപരിവാറിൽപ്പെട്ട ചില വ്യക്തികളെ, RSS എന്ന് പറയുന്ന സംഘടന ഒരിക്കലും ഞാൻ പറയുന്നില്ല, സംഘപരിവാറിൽ ചില വ്യക്തികളെ ജോർജ് സോറസ് വിലയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നുന്നു. എനിക്ക് അത്രയേ ഉള്ളൂ, സംശയം തോന്നുന്നു. താങ്കൾ ഈ പറയുന്നത് ഗുരുതരമായ ഒരു ആരോപണമാണ്. ഞാനതാ പറഞ്ഞു, സംശയം. അല്ലെങ്കിൽ ഞാൻ അതിന് സംശയം തോന്നാൻ കാരണം എന്താണ്? പറയും. സുഖമായി 60 സീറ്റ് UP അവർക്ക് ജയിക്കാമായിരുന്നു. BJP ജയിക്കാമായിരുന്നു. ശരി. BJP UP തോറ്റുപോയി. ഓൾമോസ്റ്റ് ഉണ്ടായിരുന്ന സീറ്റുകൾ പോലും നഷ്ടപ്പെട്ടു പോയി. മറ്റൊരു സ്ഥലം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലും അവർക്ക് ശക്തമായ തിരിച്ചടി കിട്ടി. വെസ്റ്റ് ബംഗാൾ നമ്മൾ നോക്കണ്ട. വെസ്റ്റ് ബംഗാളിൽ ആ പെർസെൻറ്റേജ് ഓഫ് വോട്ട് അവരെ നിലനിർത്തി. അവിടെ മമതാ ബാനർജിയുടെ ഇവരുടെ ഒരു സ്വാധീനത്തെക്കാൾ കൂടുതൽ മമതാ ബാനർജിയുടെ സ്വാധീനം. അപ്പോൾ ഞാൻ സംശയിക്കുന്നത്, ഇവിടെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ ചില അദ്ദേഹത്തോടൊപ്പം നിന്ന ചില ശക്തികൾ പരിശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നത് എൻ്റെ ഒരു ഒബ്സർവേഷൻ അടിസ്ഥാനത്തിലാണ്. നാളെ ചിലപ്പോൾ എൻ്റെ സംശയം തെറ്റാണെന്ന് തെളിഞ്ഞേക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ സംശയം എന്ന് മാത്രം ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് മോദിക്കെതിരെ പാളയത്തിൽ തന്നെ പടയുണ്ട്. കൂടെ നിൽക്കുന്നവർ അദ്ദേഹത്തെ ചതിക്കുന്നു അല്ലെങ്കിൽ ഒറ്റുന്നു എന്നാണ് ഞാൻ സംശയിക്കുന്നത്. താങ്കളുടെ സംശയം? എൻ്റെ സംശയമാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് മോദി ഭയക്കേണ്ടത് സ്വന്തം പാളയത്തിൽ നിന്ന് പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാരെയും ഭയക്കണം, അങ്ങനെയാണോ? അതെ. ജൂലിയസ് സീസറിനെ മുന്നേ നിന്ന് കൊല്ലാൻ പറ്റില്ലായിരുന്നല്ലോ. സീസറിനെ കൊന്നത് ബ്രൂട്ടസ് അല്ലേ? നേരിട്ടാണോ കൊന്നത്? പിന്നിൽ നിന്ന് കുത്തി. അത് രാഷ്ട്രീയത്തിൽ എത്രയോ പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുള്ളത്. നാളെ മോദിയും പറയും യൂട്യൂബ് ബ്രൂട്ടസ് എന്ന് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പറയാതിരിക്കട്ടെ. ആ ബ്രൂട്ടസിൻ്റെ പേര് പറയാൻ പറ്റുമോ? ബ്രൂട്ടസിൻ്റെ പേര് എനിക്ക് പറ്റും. ഒരുപക്ഷെ ഒരു ബ്രൂട്ടസ് ആയിരിക്കില്ല, ഒന്നിൽ കൂടുതൽ ബ്രൂട്ടസുമാർ കാണാം. എന്തായാലും ശരി, നരേന്ദ്രമോദി ഈ വലിയൊരു ഫ്ലവറിങ് കളേഴ്സോടുകൂടി 2024 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാൻ പാടില്ല എന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത ചില ശക്തികൾ ഇവിടെയുണ്ട്. അത് പ്രതിപക്ഷമല്ല, ദുർബലനായ രാഹുൽ ഗാന്ധിയല്ല. രാഹുൽ ഗാന്ധിയുടെ സ്വപ്നത്തിൽ വിചാരിച്ചാലും നടക്കാനൊക്കില്ല. ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നും രാഹുൽ ഗാന്ധിക്ക് സ്വാധീനിക്കാനൊന്നുമില്ല. മനസ്സിലായി. അപ്പോൾ അതൊന്നും അല്ല, വേറെ ചില ശക്തികൾ അവിടെ ഉണ്ടായിരുന്നു. അതായത് മോദിയുടെ കൂടെ ഒന്നിലധികം ബ്രൂട്ടസ്മാരുണ്ട്. അതും എന്നാണ് ഞാൻ സംശയിക്കുന്നത്. അതും ഒരു ഫാക്ടറാണ്. അതെ. ബംഗ്ലാദേശിലേക്ക് തന്നെ നമുക്ക് വീണ്ടും ചെല്ലാം. ബംഗ്ലാദേശിൽ ഈ താങ്കൾ പറഞ്ഞ മതപരമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കലാപം സൃഷ്ടിച്ചവർ, ബോധപൂർവമായ അവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചവരുടെ താല്പര്യങ്ങൾ ഒരു ഭാഗത്ത്, അതേസമയം ചില വെസ്റ്റേൺ ഇൻട്രസ്റ്റ് തിയറികൾ കേൾക്കുന്നുണ്ട്. അതായത് US താല്പര്യം. ഇന്ത്യയും US തമ്മിലുള്ള ഒരു ഇരിപ്പ് വശം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അത്ര രസത്തിലല്ല. എസ്പെഷ്യലി യുക്രൈൻ വാറിന് ശേഷം റഷ്യയുമായി ഇന്ത്യ അടുക്കുന്നത്, നയതന്ത്ര ബന്ധങ്ങളിൽ മാറ്റങ്ങൾ വരുന്നത് അമേരിക്കയെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു അലോസരത്തിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇന്ത്യയുടെ തൊട്ട് അടുത്ത് കിടക്കുന്ന, ഇന്ത്യയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ബംഗ്ലാദേശിൽ ഒരു അട്ടിമറി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരായ ഒരു സംവിധാനം ബംഗ്ലാദേശിൽ രൂപപ്പെടുത്തുക എന്നുള്ള അമേരിക്കയുടെ താല്പര്യം ഇതിൻ്റെ പിന്നിലുണ്ടെന്നൊക്കെ ചില നിരീക്ഷണങ്ങൾ വരുന്നു. താങ്കൾ എന്ത് യോജിക്കുന്നുണ്ടോ? ഞാൻ 100% യോജിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ വീട്
ചുറ്റും മതിലൊക്കെ കെട്ടി നമ്മൾ സംരക്ഷിച്ച് നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ആഗ്രഹിക്കുന്നവൻ മുൻവശത്തെ വാതിലൂടെയല്ല വരുന്നത്. നമ്മുടെ അതിരിൽ ഏറ്റവും ദുർബലമായ ഭാഗമാണ് അവൻ കാണുന്നത്. അതാണ് ബംഗ്ലാദേശ്. ഇപ്പോൾ ബംഗ്ലാദേശിലെ അമേരിക്കയ്ക്ക് കൃത്യമായ താല്പര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അത് ഷെയ്ഖ് ഹസീന പറഞ്ഞു കഴിഞ്ഞു. അമേരിക്കയുടെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡോളറിനെ തൊട്ട ഒരു രാജ്യത്തെ ഒരു ഭരണാധികാരി അധികാരത്തിൽ തുടരാൻ അവരനുവദിച്ചിട്ടില്ല. അതിൻ്റെ ആദ്യത്തെ ഉദാഹരണം ഇറാഖിലെ നമ്മുടെ സദ്ദാം ഹുസൈനായിരുന്നു. സദ്ദാം ഹുസൈനെ തകർത്ത്, സദ്ദാം ഹുസൈനെ അധികാരത്തൊന്നും മാറ്റുകയല്ല അവർ ചെയ്തത്. സദ്ദാം ഹുസൈൻ്റെ ഒളിയിടത്തിൽ ചെന്ന് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ പിടിച്ചെടുത്തു, തൂക്കിക്കൊന്നു. അമേരിക്കയ്ക്ക് എന്ത് അവകാശമാണ് ഇറാഖിൽ ചെന്ന് സദ്ദാം ഹുസൈനെ തൂക്കില്ല? അദ്ദേഹം അവിടുത്തെ ജനങ്ങളുടെ നേതാവായിരുന്നു. എത്ര ധാർഷ്ട്യമാണ് അമേരിക്കയുടെ എന്ന് ആലോചിച്ച് നോക്കണം. അതിൻ്റെ കാരണം സദ്ദാം ഹുസൈൻ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടില്ല, സദ്ദാം ഹുസൈൻ ഡോളറിനെ തൊട്ടു. വാൾ സ്ട്രീറ്റിൻ്റെ സാമ്പത്തിക നയത്തെ തൊടുന്ന ആളെ ആരെയും വെച്ചേക്കില്ല, അവർ വെച്ചേക്കത്തില്ല. മോദിയോടുള്ള അവരുടെ വിരോധം എന്താണ്? റഷ്യയുമായുള്ള എണ്ണ കച്ചവടം ഡോളറിലേക്ക് മാറ്റി. ഡോളറിലെ ഡോളറിൽ നിന്ന് രൂപയിലേക്ക് മാറ്റി, ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റി. ഡോളറിൽ നിന്ന് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റി. അമേരിക്കയ്ക്ക് സഹിക്കൂ. കാരണം കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനമാണ്, പെട്രോളാണ്, നമ്മൾ ക്രൂഡ് ഓയിലാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നത്. തന്നെയല്ല അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാൻ നരേന്ദ്രമോദി തയ്യാറായില്ല. ഇവിടെ നരേന്ദ്രമോദിയെ നമ്മൾ കാണേണ്ട 2-3 കാര്യങ്ങളുണ്ട്. നരേന്ദ്രമോദി ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ, എൻ്റെ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാൻ ബഹുമാനിക്കുന്നത്, ഞാൻ ഇന്ദിരാഗാന്ധിയെ ബഹുമാനിക്കുന്ന ഒരാളാണ്. കാരണം ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ, എനിക്ക് അതിനകത്തൊരു രാഷ്ട്രീയമല്ല, എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് എൻ്റെ പ്രധാനമന്ത്രിയെ ഞാൻ അംഗീകരിക്കുന്നത്. എൻ്റെ രാജ്യത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ചില ആളുകൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി എൻ്റെ രാജ്യത്ത് വരരുത് എന്ന് ആഗ്രഹിക്കുന്നത്. രാഷ്ട്രീയമല്ല, എൻ്റെ രാജ്യസ്നേഹമാണെന്ന് കണക്കാക്കുക. മനസ്സിലായി? ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മോദി ഇവർക്ക് സ്വാധീനിക്കാൻ കഴിയുന്നതിന് അപ്പുറം ഇച്ഛാശക്തിയുള്ളൊരു നേതാവാണ്. അതുകൊണ്ടാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം എതിർത്ത് നിന്നിട്ടും പുട്ടിനുമായിട്ട് ഒരു ധാരണയിലെത്താനും അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കാനും നമ്മൾ തയ്യാറായത്. ഇത് അമേരിക്കയെ അലോസരപ്പെടുത്തിയത് വളരെ നിസ്സാര കാര്യമല്ല, വളരെ സീരിയസ് ആയിട്ട് അവരെടുക്കുന്ന കാര്യമാണിത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഈ ചൈന 2ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. വൈമനസ്യത്തോടെങ്കിലും അമേരിക്കയ്ക്ക് അത് അംഗീകരിക്കേണ്ടി വന്നു. 3ാമത്തെ സാമ്പത്തിക ശക്തി ജർമ്മനിയാണ്. ജർമ്മനിയെ മാറ്റി ഇന്ത്യ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു അപകടം, ഏഷ്യയിലെ 2 ഭീമന്മാർ ചൈനയും ഇന്ത്യയും 2ാമത്തെയും 3ാമത്തെയും സാമ്പത്തിക ശക്തിയായി മാറിയാൽ ലോക സമ്പദ് വ്യവസ്ഥ ഏഷ്യയിലേക്ക് മാറ്റപ്പെടും. നാളെ ഇന്ത്യയും ചൈനയുമായിട്ടൊരു ഒരു ധാരണയിലെത്തിയാൽ അമേരിക്കയുടെ അപ്രമാദിത്വം അവിടെ തീർന്നില്ലേ? അതുകൊണ്ട് അവരെന്ത് വില കൊടുത്തും നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ തകർക്കാൻ ആരെയും വില കൊടുത്ത് വാങ്ങും. വില കൊടുത്താൽ ഈസിയായിട്ട് കിട്ടുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ത്യയിലുണ്ട് താൻ. തീർച്ചയായിട്ടും താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ചില ഇടപെടലുകൾ ബംഗ്ലാദേശിൽ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഭാഗം. അതേസമയം മതപരമായ താല്പര്യം മറ്റൊരു ഭാഗം. അവരിൽ എന്തെങ്കിലും അമേരിക്കൻ ഇൻഫ്ലുവൻസ് അത് പോസിബിൾ ആണോ? അല്ല, ഇന്ത്യയിലെ 2 ശക്തികളാണ് ഇന്ത്യയെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇവാഞ്ചലിസ്റ്റുകളാണ്. ഇവാഞ്ചലിസ്റ്റുകളെ അവരുടെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് അമേരിക്കയാണ്. ഇവാഞ്ചലിസ്റ്റുകളുടെ ഒരു പ്രത്യേക താല്പര്യം വെച്ചാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രൈസ്തവ മതവിശ്വാസം കുറഞ്ഞു വരികയാണ്. പള്ളികൾ പലതും ബാർ ആയിട്ട് മാറി, പലതുമൊക്കെ അടച്ചുപൂട്ടി. ഇപ്പം തന്നെ ലോകത്തിലെ പിന്നെ ഹാപ്പിനെസ്സിൻ്റെ കാര്യത്തിൽ ഒന്നാമത് നിൽക്കുന്ന സ്വീഡനും ഡെൻമാർക്കും ഒന്നും അവിടെ മതമില്ല, അവർ മതമേ വിട്ടു കഴിഞ്ഞു. അപ്പോൾ അമേരിക്കയിൽ തന്നെ അവിടെയുള്ള പള്ളികളിൽ പോകുന്നത് കൂടുതലും നമ്മുടെ മലയാളികളാണ്, യൂറോപ്യൻസ് അല്ല. അത് ബ്രിട്ടനിലൊക്കെ അതൊക്കെ തന്നെ. അപ്പോൾ അവർ മതം വിട്ടു. അപ്പം മതം ഒന്ന് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യങ്ങളിൽ എവിടെയെങ്കിലും വരണം. ഒന്നുകിൽ ചൈന അല്ലേ ഇന്ത്യ. ഗൾഫ് രാജ്യങ്ങളിലോട്ട് ചെല്ലാനൊക്കത്തില്ല, അവിടെ ചെന്നാൽ കുഴയും. ചൈനയിലോട്ട് പോവുകയും വേണ്ട, ചൈനയിലോട്ട് പോവുകയും വേണ്ട. പിന്നെ അവർക്കൊരു ഫെർട്ടൈൽ ലാൻഡ് ഉള്ളത് ഇന്ത്യയാണ്. ഇന്ത്യയിൽ പണ്ടും ഇവാഞ്ചലിസ്റ്റുകൾ മതപരിവർത്തനം നടത്തിയിട്ടുണ്ട്. അംബേദ്കർ മതപരിവർത്തനം നടത്താൻ തയ്യാറാണെങ്കിൽ എൻ്റെ ഓർമ്മ അദ്ദേഹത്തിന് 5 കോടി രൂപയാണെന്ന് ഓഫർ ചെയ്തത്. അംബേദ്കർ തയ്യാറായില്ല. നമ്മുടെ അയ്യങ്കാളിയെപ്പോലും മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു. അന്നിവിടെ വളരെ വ്യാപകമായി മതപരിവർത്തനം നടന്നുകൊണ്ടിരിക്കുക. രാജാവ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജാധികാരവും കൊട്ടാരവും മതപരിവർത്തനം എതിരൊന്നുമില്ലായിരുന്നു. കൊട്ടാരമൊക്കെ അവരുടെ കർശനമായ നിയന്ത്രണത്തിൻ്റെ കീഴിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ മതപരിവർത്തന ശക്തികൾ, ഇവാഞ്ചലിക്കൽ ഫോഴ്സസ് ഇവിടെ വന്നു. പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈസ്തവ സഭകളൊന്നും അതിനോടൊപ്പം ഇല്ല. ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ക്രൈസ്തവ സഭകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് അവരാരെയും മതം മാറ്റി അവരുടെ കൂടെ വേണ്ട. സീറോ മലബാർ സഭയിൽപ്പെട്ടവരാരും ഒന്നും മതം മാറ്റാൻ ശ്രമിക്കും. അവരുള്ളവർ തന്നെ അവർക്ക് ബുദ്ധിമുട്ടാണ്, ഇങ്ങോട്ട് ചെല്ലണ്ട. ഓർത്തഡോക്സുകാർ അവർ വളരെ ഓർത്തഡോക്സാണ് പല കാര്യങ്ങളിലും. അതിനകത്ത് തന്നെയുള്ള പിന്നെ അതിനകത്തെ യാക്കോബായക്കാർ പോലും ഓർത്തഡോക്സുകാരുടെ ശക്തമായ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ പുറത്തു പോകുന്നത്. മനസ്സിലായി? പക്ഷേ ഇതിനെ ഉപയോഗിക്കുന്നത് പെന്തിക്കോസ്ത് വിഭാഗം, ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അവർ ഈ
മതപരിവർത്തനം നടത്തിക്കൊണ്ടിരിക്കാൻ ഉപയോഗിച്ചിരുന്നതെല്ലാം വിദേശ പണമാണ്. ലോകവ്യാപകമായിട്ട് ഫണ്ടിങ് നടക്കുന്നുണ്ട്. FCRA നിയമം കർശനപ്പെടുത്തിയതോടുകൂടി ഇന്ത്യയിലേക്കുള്ള വിദേശ ഫണ്ടിൻ്റെ ഒഴുക്ക് നിന്നു. നമ്മൾ കണ്ടതല്ലേ യോഹന്നാൻ്റെ അവിടെ നിന്ന് ബിലീവേഴ്സ് ചർച്ച്, സംഭവത്തിൽ അദ്ദേഹം പൂട്ടിക്കെട്ടി പോവുകയാണ്. എന്നിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മരണം തന്നെ ദുരൂഹം. അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ യോഹന്നാൻ ഒരു സുപ്രഭാതത്തിൽ വളർന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ ചർച്ച് വരുന്നു, അദ്ദേഹം സ്വയം പ്രഖ്യാപിത ബിഷപ്പായിട്ട് മാറുന്നു. ബിഷപ്പാകുന്നത് എങ്ങനെയാണ്? സ്വയം പ്രഖ്യാപിത സഭയുണ്ടാക്കുന്നു, ബിഷപ്പായിട്ട്. പിന്നെ അദ്ദേഹത്തിനെ അവരോധിക്കണമെങ്കിൽ വേറൊരു ബിഷപ്പ് വേണം. ഒരു ബിഷപ്പിനെ വില കൊടുത്ത് വാങ്ങിച്ചു. ഒരു താറാവ് കച്ചവടക്കാരനാണ് ഇത്രയും വേഗത്തിൽ ഇത്രയും വളർന്നത്. അത് ഞാൻ പറഞ്ഞു വന്നത് ഇവാഞ്ചലിസ്റ്റുകളുടെ ഒരു താല്പര്യം. അതുപോലെ തന്നെ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളും ഇന്ത്യയെ ലക്ഷ്യമാക്കുന്നുണ്ട്. ഇപ്പോൾ ഇവാഞ്ചലിസ്റ്റുകളുടെ പ്രത്യേകത, ഇവാഞ്ചലിസ്റ്റുകളുടെ പുറകിൽ അമേരിക്കയുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിലെ ബ്രിട്ടീഷ് ഭരണാധികാരിയോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരോ ഉണ്ട്, കനേഡിയൻ ഭരണകൂടമുണ്ട്, ഫ്രാൻസിലെ രാഷ്ട്രീയക്കാരുണ്ട്, ജർമ്മനിയിലെ രാഷ്ട്രീയക്കാരുണ്ട്. ഇവരൊക്കെ ഇവാഞ്ചലിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകളെ ഒരു ഗൾഫ് രാജ്യങ്ങളും സഹായിക്കുന്നില്ല. സൗദി അറേബ്യ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കണമെന്ന് പറയുന്നില്ല. UAE നമ്മളുമായിട്ട് നല്ല ബന്ധമാണ്. ഈജിപ്റ്റ്, അതൊക്കെ ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഇന്ത്യയിലെ ടെററിസം വളർത്താൻ ഒരു താല്പര്യവുമില്ല. ഇവിടെ ഇത് വളർത്താൻ ശ്രമിക്കുന്നത് ഇന്ത്യയിലെ ചില ഫണ്ടമെൻ്റലിസ്റ്റുകൾ, അവരും ചില സംഘടനകൾ അവരും ചില വിദേശ ശക്തികൾ. ആ വിദേശ ശക്തികളെ തഷ്കർ-e തൊയ്ബ ആകാം, ഹമാസ് ആകാം, അങ്ങനെ പല ശക്തികൾക്കും ഇവിടെ താല്പര്യമുണ്ട്. അല്ലാതെ ഒരു മുസ്ലിം രാജ്യവും ഇന്ത്യയെ ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായി. പോയിന്റ്, താങ്കൾ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ചില ശക്തികൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ശക്തികൾ എന്ന് താങ്കൾ പറഞ്ഞു. ഇന്ത്യൻ പ്രോസ്പെക്റ്റിൽ ചിന്തിച്ചാൽ, ബംഗ്ലാദേശിലെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്കകത്ത് നിന്നുകൊണ്ട് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന ആ ശക്തികളെക്കുറിച്ച് ഒന്ന് വ്യക്തമാക്കാവോ? അതിനകത്ത് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം ശ്രമിക്കുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. പക്ഷേ ഫണ്ടമെൻ്റലിസ്റ്റുകൾ, അവരുടെ ഒരു കടന്നുകയറ്റം, മതമൗലികവാദികൾ എന്ന് പറയുന്ന ആളുകളുടെ കടന്നുകയറ്റം നമ്മുടെ ഈ ഇസ്ലാമിക് സൊസൈറ്റി തന്നെ പല വിഭാഗങ്ങളായിട്ട് ആളുകളെ തിരിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കൃത്യമായിട്ട് നിരീക്ഷിച്ചാൽ ഇതിൻ്റെ ഒരു പോക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഫണ്ടമെൻ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മതമൗലികവാദി എന്നാണ്. ഈ മതമൗലികവാദിക്ക് ഉറച്ച ദൈവവിശ്വാസമുണ്ട്. ഒപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവൻ വിശ്വസിക്കുന്ന തത്വങ്ങളിൽ നിന്നും, അവർ വിശ്വസിക്കുന്ന ഫിലോസഫിയിൽ, മതത്തിൻ്റെ ഫിലോസഫിയിൽ നിന്നും അണുകിട മാറാൻ അവരുടെ മതത്തിലുള്ള ആളുകളെ അവർ അനുവദിക്കത്തില്ല. ഞാൻ പറഞ്ഞു വന്നത്, എനിക്കറിയാവുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ പർദ്ദ സ്ത്രീകൾ ഇടാൻ അവരാഗ്രഹിക്കുന്നത്, പർദ്ദ ഇടാത്ത സ്ത്രീകളെ അവർ വെറുപ്പോടാണ് കാണുന്നത്. മുസ്ലിം സ്ത്രീകളെ തന്നെയാണ്. കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോകരുത് എന്നാണ് അവരാഗ്രഹിക്കുന്നത്. സ്കൂളിൽ പോകുന്ന കുട്ടികളോട് അവർക്ക് അസഹിഷ്ണുതയാണ്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് നമ്മൾ കണ്ടാണ് ഒരു 14 വയസ്സൊരു പെൺകുഞ്ഞ് ഒരു അവാർഡ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഒരാൾ അസഹ്യതയോടുകൂടി ആ കുട്ടിയെ സ്റ്റേ എന്ന് പറഞ്ഞു വിടുന്നത്. അത് ഫണ്ടമെൻ്റലിസ്റ്റാണ്. കുട്ടിയുടെ രക്ഷിതാവ് വരട്ടെ, അത് ഫണ്ടമെൻ്റലിസ്റ്റാണ്. ഫണ്ടമെൻ്റലിസ്റ്റിന് അന്യമതക്കാരുടെയും വിരോധമുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ തൻ്റെ മതത്തിൻ്റെ ശാസനകളെ അംഗീകരിക്കാത്ത സ്വന്തം മതത്തിലെ ആളുകളോട് അവർക്ക് അതുപോലെ തന്നെ വിരോധമുണ്ട്. അതാണ് അവരുടെ ഒരു രീതി. രണ്ടാമതൊരു വിഭാഗം ഫെനാറ്റിക്സാണ്. അവർ മതഭ്രാന്തന്മാരാണ്. അവരെന്തും ചെയ്യും. ഭ്രാന്ത് പിടിച്ചിരിക്കുക. ഭ്രാന്തൻ എന്താ ചെയ്യാത്ത എന്തും ചെയ്യും. ജോസഫ് മാഷിന് കൈവെട്ടിയത് അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടല്ല. അദ്ദേഹം പ്രവാചകനെതിരായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അദ്ദേഹം കൊടുത്ത ഒരു പാരഗ്രാഫിലുണ്ടായ ഒരു തെറ്റിൻ്റെ പേരിലല്ലേ അത് ചെയ്തത്. അത് അദ്ദേഹത്തോടുള്ള വിരോധമല്ല, അത് മതഭ്രാന്തിൻ്റെ ഒരു പ്രകടനമാണ്. അപ്പോൾ അതാണ് അവിടെ അത് ഫെനാറ്റിസമാണ്. പിന്നെ വേറെ ഒന്നുണ്ട്, കമ്മ്യൂണലിസം. ഈ കമ്മ്യൂണലിസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അത് എല്ലാ ജാതി മത വിഭാഗങ്ങളിലും പെട്ട ആളുകളെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണലിസം. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ അവർ ഒരിക്കലും നിഷ്പക്ഷരാകത്തില്ല. അവർ പക്ഷപാതികളാണ്. അവരുടെ മനസ്സിലെ രൂഢമൂലമായ ഒരു ജാതി ചിന്തയുണ്ട്. ജാതി ചിന്ത അല്ലെങ്കിൽ മതചിന്ത അവരുടെ മനസ്സിലുണ്ട്. ആ ഒരു ബോധമുണ്ട്. അങ്ങനെ വരുമ്പോൾ അവരുടെ ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അവരുടെ മതത്തിൽപ്പെട്ട ആളുകളോടെ അവരെ പെരുമാറുമ്പോൾ നിഷ്പക്ഷമല്ല, അവർ പക്ഷപാതം കാണിക്കും. ഉദാഹരണത്തിന് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ഒരു അംഗം കമ്മ്യൂണലിസത്തിൻ്റെ ഇരയാണെങ്കിൽ അയാൾ നടത്തുന്ന ഇൻ്റർവ്യൂവിലെ വരുന്ന ആളുകളുടെ മെറിറ്റല്ല അയാളുടെ പ്രശ്നം, അവൻ്റെ ജാതിയാണ്. ഒരു പോലീസ് ഓഫീസറാണെങ്കിൽ അവൻ്റെ മുന്നിൽ വരുന്ന നിവേദനവുമായി വരുന്ന സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഒരു പൗരൻ്റെ അവരുന്നയിക്കുന്ന അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ നൽകുന്ന നിവേദനത്തിലെ കണ്ടൻ്റല്ല പ്രശ്നം, വാദിയുടെയും പ്രതിയുടെയും മതമാണ്.
രാഷ്ട്രീയക്കാരനായാലും മന്ത്രിയായാലും ഇത് വരും. ഇത് കമ്മ്യൂണിസം ഈ നമ്മുടെ കേരളത്തിലെ എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ മുസ്ലിം മതത്തിൽ ഒരു റിവൈവലിസം, ഒരു പുനരുത്ഥാനം സത്യത്തിന് മുസ്ലിം മതത്തിൽ നടക്കുന്നുണ്ട്. നമ്മളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് വേണ്ടുന്ന പ്രാധാന്യം. ഉദാഹരണത്തിന് ഈ റിവൈവലിസത്തിൽ നിൽക്കുന്ന ആളുകൾ അവർ നല്ല മതവിശ്വാസികൾ തന്നെയാണ്. അവർ കൃത്യമായിട്ട് നിസ്കരിക്കുകയും പള്ളിയിൽ പോവുകയും ആ ചര്യകളൊക്കെ ആചരിക്കുകയും ചെയ്യുന്നു. പക്ഷേ മതം, അവരുടെ മതം അല്ലെങ്കിൽ ആ മതം, ഇസ്ലാം മതം കാലാനുസൃതമായി മാറണം, പരിഷ്കരിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇപ്പം കാരാശ്ശേരി മാഷ്, ഹമീദ് ചേന്ദമംഗലൂർ, അവരെല്ലാം നല്ല വിശ്വാസികൾ തന്നെയാണ്. പക്ഷേ കാലാനുസൃതമായി ഈ മതം മാറണമെന്നും ഒപ്പം ഇസ്ലാം മതത്തോടൊപ്പം തന്നെ മറ്റു മതങ്ങളുടെ കണ്ടൻറ്റിലും എന്തെങ്കിലുമൊക്കെ കാര്യമുണ്ടെന്നും അവർക്കും ജീവിക്കാൻ അവസരം, അവർ അക്സെപ്റ്റ് ചെയ്യണം, അവർക്കും ജീവിക്കാൻ അവകാശമുണ്ടെന്നും അവർക്കും നമ്മുടെ സമൂഹത്തിലൊരു സ്പേസ് ഉണ്ടെന്നും ചിന്തിക്കുന്ന ആളുകളാണ് ഈ റിവൈവലിസ്റ്റുകൾ. ഈ 4 തരത്തിലാണ് ഈ ഇന്നത്തെ ഒരു ഇസ്ലാമിക് സമൂഹം വന്നിരിക്കുന്നത്. കമ്മ്യൂണലിസം ഇസ്ലാമിക് സമൂഹത്തിനല്ല, എല്ലാവർക്കും ബാധകമായൊരു കാര്യമാണ്. ഇതിൽ അവസാനം പറഞ്ഞ ഒരു കാറ്റഗറി ഒഴികെ ബാക്കിയെല്ലാം രാജ്യത്തിന് ഭീഷണിയാണ് എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും അതിനകത്തുള്ള കാര്യം രാജ്യത്തിന് ഭീഷണിയാണെന്ന് നമ്മൾ പറയുമ്പോൾ അവരെല്ലാ രംഗത്തും പിടിമുറുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ മീഡിയ വൺ ചാനലിൻ്റെ ഒരു ബയാസ് നമുക്ക് വളരെ പ്രകടമാണല്ലോ. അവരുപയോഗിക്കുന്ന ആളുകൾ ഇസ്ലാമിൽപ്പെട്ട ആളുകളല്ല, മറ്റാളുകളെ വിലയ്ക്ക് വാങ്ങിച്ച് അവർ ചർച്ചയ്ക്ക് ഇരുത്തും. അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന പോലെ അടുപൂട്ടി ചർച്ച ഞാനും കൗതുകപൂർവ്വം കാണാറുള്ളതാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്ന പല ആളുകളെ കാണുമ്പോഴേ എനിക്ക് സഹതാപം തോന്നും. പിന്നെ ജീവിക്കാൻ മാർഗ്ഗമില്ലാതാകുമ്പോൾ ഏകപക്ഷീയമായ ഒരു ചർച്ചയാണ്. പക്ഷേ അതേസമയം അവർ ഉന്നയിക്കുന്ന മറ്റൊരു വാദമുണ്ട്. അതായത് മറ്റ് മുഖ്യധാര മാധ്യമങ്ങൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ഒരു പ്രൊപ്പഗണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണ് എന്ന് പറയാനൊരു വേദി, അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ചാനൽ നിലനിൽക്കുന്നത് എന്നൊരു പക്ഷം അവർക്കുണ്ട്. അത് കാണാതിരിക്കാൻ സാധിക്കും. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ റിവൈവലിസ്റ്റുകളെയാണ് പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. അതായത് അതുണ്ടാവുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒറ്റ കാര്യം കൊണ്ടാണ് ഞാനത് പറഞ്ഞത്. റിവൈവലിസ്റ്റുകളെ അവർ പ്രൊജക്റ്റ് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ മാധ്യമം മാസിക അല്ല ആഴ്ചപ്പതിപ്പ് TP ചെറുപ്പ എന്ന് പറഞ്ഞ ഒരു പത്രാധിപർ നടത്തിക്കൊണ്ടിരുന്നൊരു കാലമുണ്ട്. എനിക്ക് നന്നായിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അവരൊന്നും ഒരിക്കലും മതമൗലികവാദികളല്ല, അവരൊക്കെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളാണ്. ഒരുപാട് പേരുണ്ട്. അവരെ പക്ഷേ അന്ന് ആ ആഴ്ചപ്പതിപ്പിൻ്റെ ഒരു ഫിലോസഫി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് മാറുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ റിവൈവലിസം തങ്ങൾക്കും ആവശ്യമാണ്, തങ്ങളും കാലോചിതമായി പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കാതെ ഞങ്ങൾ മാത്രമാണ് ശരി, ഞങ്ങളുടെ ശരിയിലേക്ക് നിങ്ങളും വരണം എന്നാഗ്രഹിക്കുന്ന തെറ്റെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. ഇപ്പോൾ താങ്കൾ ഈ പറയുന്നതെല്ലാം ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ നിന്നാണ് തുടങ്ങിയത്, വീണ്ടും ബംഗ്ലാദേശിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു താൽക്കാലിക കാവൽ സർക്കാരാണ് ഇവിടെ ഉള്ളത്. ആ കാവൽ സർക്കാരിൽ പൊതുസമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ഈവൻ വിദ്യാർത്ഥികൾ പോലും വരുന്നുണ്ട്. നമ്മൾ പുറമേ നോക്കുമ്പോൾ ഒരു പൊതുസമൂഹത്തിൻ്റെ പരിച്ഛേദമാണ് ഇപ്പോൾ അവിടുത്തെ താൽക്കാലിക സർക്കാർ സംവിധാനം എന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും പുറമെ നിന്ന് ചില നിരീക്ഷകർ പറയുന്നു ഇതൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പാവ ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവിടെ ഒരു 3 മാസത്തിനുള്ളിൽ പുതിയ ഗവൺമെൻറ് വരുമെന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ് മേ നോട്ട് ബി ആസ് ഈസി ആസ് പോസിബിൾ. പക്ഷേ ഇനി ഒരു പുതിയ ഗവൺമെൻറ് വന്നാൽ അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പാവ ഗവൺമെൻറ് ആയിരിക്കും എന്ന് പറയുന്നു. അവരുടെ അജണ്ടയാണ് ഇനി ബംഗ്ലാദേശിൽ നടപ്പാക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. താങ്കൾ യോജിക്കുന്നു? തീർച്ചയായിട്ടും അവിടെ വരാൻ പോകുന്നൊരു ഗവൺമെൻറ് ഒരു പാവ ഗവൺമെൻറ് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. അഫ്ഗാനിസ്ഥാൻ നമ്മൾ കണ്ടതല്ലേ. അവസാനം താലിബാന് മുമ്പ് വന്ന എല്ലാ മാറ്റങ്ങളും മറിച്ചിട്ട് താലിബാൻ അധികാരം ഏറ്റെടുക്കുന്നത്. അപ്പോൾ ഈ ഫണ്ടമെൻ്റലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ ഫെനാറ്റിക്സ്, അത് ഫണ്ടമെൻ്റലിസ്റ്റുകളല്ല ഫെനാറ്റിക്സ് എവിടെയെങ്കിലും ഒരു രാജ്യത്ത് കടന്ന് കയറിയോ അവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് അധികാരം എടുക്കുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിലെ അധികാരം പിടിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ സുരക്ഷിതമായി അവർക്ക് ബംഗ്ലാദേശ് ഭരിക്കാൻ കഴിയുമോ എന്നുള്ളത് കാര്യം നമ്മൾ കണ്ടറിയേണ്ട കാര്യം. അവിടെ അമേരിക്കയുടെ ഇടപെടലുണ്ടാവും, അങ്ങനെയാണോ? അമേരിക്കയുടെ ഇടപെടൽ മാത്രമല്ല, ഇന്ത്യയുടെ ഇടപെടൽ ശക്തമായിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ഇന്ത്യക്ക് ഇച്ഛാശക്തിയുള്ള, ഞാൻ പറഞ്ഞത് ഇന്ത്യ ഇടപെടലുണ്ടാവും, ഇച്ഛാശക്തിയുള്ളൊരു പ്രധാനമന്ത്രി ഇന്ത്യയിലുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഭീഷണിയാവില്ല. രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ ഇന്ത്യക്ക് ഭീഷണിയാണ്. ശരി, ഇനി നമുക്ക് വീണ്ടും ഇന്ത്യയിലേക്ക് തന്നെ വരാം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതിന് പിന്നിലുള്ള വെസ്റ്റേൺ അജണ്ട, അമേരിക്കയുടെ താല്പര്യം എന്ന് പച്ച മലയാളത്തിൽ പറയാം. അത് കഴിഞ്ഞിട്ട് അവിടെയുള്ള മതമൗലികവാദികളുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ താല്പര്യങ്ങൾ മറുഭാഗത്ത് സംരക്ഷിക്കപ്പെടുന്നു. അവിടെ ഒരു പാവ ഗവൺമെൻറ് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നാളെ അവിടെ ഒരു പൂർണ്ണ അധികാരത്തിലൊരു സർക്കാർ വന്നാലും അത് ജമാഅത്ത് ഇസ്ലാമിയുടെ താല്പര്യങ്ങൾക്കനുസൃതമായിരിക്കും എന്ന് താങ്കൾ പറയുന്നു. അതേസമയം ഇതിനെ ചെറുത്ത് നിൽക്കാൻ ഇന്ത്യയിൽ സുശക്തമായൊരു നേതൃത്വം അല്ലെങ്കിൽ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഭരണാധികാരി വേണം എന്നും താങ്കൾ പറയുന്നു. നരേന്ദ്രമോദിക്ക് അതിന് കെൽപ്പുണ്ടെന്ന് താങ്കൾ പറഞ്ഞു വെക്കുന്നു. പക്ഷേ
നരേന്ദ്രമോദിയെ കൂടെ നിൽക്കുന്നവർ പിന്നിൽ നിന്ന് കുത്തും എന്ന് താങ്കൾ കരുതുന്നു. അപ്പോൾ രാജ്യം എത്രത്തോളം സുരക്ഷിതമാണ്? നമ്മൾ ഭയക്കണ്ടേ? അല്ല, ഞാൻ നമ്മുടെ ചർച്ച തുടങ്ങി വെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് ഭയക്കുന്നു എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ട്. എൻ്റെ രാജ്യം ഭരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നിഷ്പക്ഷനും ധീരനും രാജ്യസ്നേഹിയും ഇച്ഛാശക്തിയുമുള്ള അഴിമതിക്കാരനല്ലാത്ത ഒരു പ്രധാനമന്ത്രിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നരേന്ദ്രമോദി അഴിമതിക്കാരനല്ല. നരേന്ദ്രമോദി ഇച്ഛാശക്തിയുള്ള ഒരാളാണ്. നരേന്ദ്രമോദി രാജ്യസ്നേഹിയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രധാനമന്ത്രി, അതിപ്പോൾ നരേന്ദ്രമോദി മാറി വേറെ പ്രധാനമന്ത്രി വരുന്നതിന് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റി ഉള്ളവനായിരിക്കണം, ഇച്ഛാശക്തി ഉള്ളവനായിരിക്കണം, രാജ്യസ്നേഹിയായിരിക്കണം, അഴിമതിയില്ലാത്തവനായിരിക്കണം. അത്തരൊരു പ്രധാനമന്ത്രി വന്നാൽ ഏത് പ്രധാനമന്ത്രിയും, പാർട്ടി കോൺഗ്രസിൽ നിന്ന് വരട്ടെ, ഒരഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ ഈ നെഹ്റു കുടുംബത്തിനെയാണ് എതിർക്കുന്നത്. കോൺഗ്രസിനോട് എനിക്കൊരു വിയോജിപ്പുമില്ല. കോൺഗ്രസിനകത്ത് നല്ല ആളുകളുണ്ട്, അവർ വരട്ടെ. രാഹുൽ ഗാന്ധി വരുന്നത് മാത്രമാണ് ഞാൻ സെക്യൂരിറ്റി റിസ്ക് പറഞ്ഞത്. വേണുഗോപാൽ എന്ന സെക്യൂരിറ്റി റിസ്ക് ഞാൻ പറയുന്നില്ല. അതല്ലെങ്കിൽ എ കെ ആന്റണി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഞാൻ അംഗീകരിക്കും, കാരണം അദ്ദേഹം അഴിമതിക്കാരനല്ലല്ലോ. വരട്ടെ. പക്ഷേ രാജ്യത്തോട് സ്നേഹമില്ലാത്ത, കൂറില്ലാത്ത, സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു ഭരണാധികാരി ഇന്ത്യ ഭരിച്ചാൽ രാജ്യത്തിന് അപകടമുണ്ടാക്കും. അത്തരത്തിലൊരു ഭരണാധികാരിയെ അവരോധിക്കാനുള്ള ശ്രമമാണ് ജോർജ് സോറസും അമർത്യ സെന്നും രഘുറാം രാജനും സാം പിട്രോഡയെ പോലുള്ള നിഷ്പക്ഷരെന്നുള്ള നാട്യത്തിൽ വന്നിരിക്കുന്ന സ്വാർത്ഥ ലക്ഷ്യങ്ങളുള്ള ചില വൈദേശിക ശക്തികളുടെ പിടിയാളുകളായി മാറിയിരിക്കുന്ന ആളുകൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പോയിന്റ് ക്ലിയറാണ്. ലേശം ഹൈപ്പത്തറ്റിക്കലാണ്, എന്നാലും ചോദിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ 3ാം ടേമാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെൻറ്റ്, സംഘടനാ സംവിധാനത്തിന് തന്നെ ഒരു റിട്ടയർമെൻറ്റ് ഏജ് ഉണ്ട്. ഇനി അതും അല്ലെങ്കിൽ പോലും 3 ടേം പൂർത്തിയായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഇന്നല്ലെങ്കിൽ നാളെ മാറിയേ പറ്റൂ. അദ്ദേഹത്തിന് ശേഷം ഒരു BJP ഗവൺമെൻറ് തന്നെയാണ് വരുന്നത് എന്ന് ലേശം ഹൈപ്പത്തറ്റിക്കലാണ്, എന്നാലും ചോദിക്കുകയാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ് വരികയാണെങ്കിൽ ഇന്ത്യയെ നയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള, താങ്കൾ ഈ പറഞ്ഞ സോ കോൾഡ് കപ്പാസിറ്റീസ് എല്ലാം ഉള്ള ഒരു നേതാവ് ആരാണ്? ഇപ്പോൾ 2029 വരെ നരേന്ദ്രമോദിയെ ഭരിക്കാൻ അദ്ദേഹത്തെ ഭരണത്തിൽ ഇരുത്തിയിരിക്കുന്ന പാർട്ടികൾ അല്ലെങ്കിൽ ശക്തികൾ അംഗീകരിച്ചാൽ സംശയിക്കേണ്ട 2029 തുടർച്ചയായി 2030 തൊട്ട് രാജ്യം ഭരിക്കുന്നതും BJPയുടെ സർക്കാരായിരിക്കും. കാരണം നരേന്ദ്രമോദിയെ റീപ്ലേസ് ചെയ്ത് വരാൻ കഴിയുന്ന ഒരു നേതാവ് ഇന്ന് പ്രതിപക്ഷത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അനീഷ് ചോദിച്ചൊരു വസ്തുത, മോദി മാറിക്കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കഴിവുള്ള ആരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ പ്രധാനമന്ത്രിയെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം പറഞ്ഞു. ഒന്ന് ഇച്ഛാശക്തിയുള്ളവനായിരിക്കണം, മന്ന് രാജ്യസ്നേഹിയായിരിക്കണം, മറ്റൊന്ന് അഴിമതിക്കാരനാകരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷനിൽ എനിക്ക് പെടുത്താൻ പറ്റുന്ന BJPയുടെ ഒരു നേതാവ് നമ്മുടെ യോഗി ആദിത്യനാഥ് തന്നെയാണ്. കാരണം അദ്ദേഹം രാജ്യസ്നേഹിയാണ്, അഴിമതിക്കാരനല്ല. UP പോലെ ഭീകരന്മാരുടെ കേന്ദ്രം ആയി മാറിയ ഒരു സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഏറ്റവും വികസിത സംസ്ഥാനങ്ങളിലൊന്നാക്കി മാറ്റാൻ കഴിഞ്ഞ ഒരാളാണ്. പറഞ്ഞ പോലെ മറ്റ് ഇൻഡസ്ട്രികളൊന്നും അദ്ദേഹത്തിന് വരേണ്ട കാര്യമില്ല, ഭാര്യയില്ല, മക്കളില്ല, സന്യാസിയാണ്, ബിരുദാനന്തര ബിരുദമുള്ള ആളാണ്, നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളാണ്. പിന്നെ അദ്ദേഹം സന്യാസിയാണ് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ എന്നോട് ചോദിച്ചാൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് യോഗി ആദിത്യനാഥിനെയാണ്. എൻ്റെ ഒപ്പീനിയൻ ആദിത്യനാഥിനെയാണ്. ഓക്കെ. ഇപ്പോൾ ആര് ഭരിച്ചാലും ആര് ഭരിച്ചില്ലെങ്കിലും രാജ്യത്ത് നല്ലത് നടക്കണം, നല്ലത് തന്നെ സംഭവിക്കണം. അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. തീർച്ചയായിട്ടും. നന്ദി.